യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു മിനിറ്റ്. എന്താ ചേട്ടാ? വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ്. ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ചേട്ടാ, വണ്ടി പോവില്ലേ? പണിയായെന്നാ തോന്നുന്നു മോളെ. ഹോസ്പിറ്റലിലേക്കല്ലേ? അത്യാവശ്യമാണെങ്കിൽ വേറെ വണ്ടി നോക്കുന്നതായിരിക്കും നല്ലത്. ശരി. ഇതുവരെ എത്ര? അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ വരെയല്ലേ വന്നുള്ളൂ, കുഴപ്പമില്ല. ഞാൻ ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ടെ. ചീരു, എന്തുപറ്റി ചീരു? നീ എന്താ ഇവിടെ? സത്യേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു സത്യേട്ടാ. ഓട്ടോ കംപ്ലൈന്റ് ആയി, വേറെ വണ്ടിയൊന്നും നിർത്തുന്നില്ല. സത്യേട്ടൻ എവിടെ പോവാ? ഞാനും ഹോസ്പിറ്റലിലേക്കാ ചീരു. നീ ഇവിടെ നിന്നോ, ഞാൻ പോയി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് വിടാം. അതെന്തിനാ സത്യേട്ടാ? സത്യേട്ടാ ഹോസ്പിറ്റലിലേക്കല്ലേ? ഞാനും കൂടി വരാം. അത് വേണ്ട ചീരു, വിനയനറിഞ്ഞാൽ കുഴപ്പമാവും. എന്തു കുഴപ്പം? നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ, അല്ലാതെ സിനിമാ തിയേറ്ററിലേക്കൊന്നും അല്ലല്ലോ. ഇതിന്റെ പേരിൽ ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്നെങ്കിൽ വീഴട്ടെ. സത്യേട്ട വണ്ടി എടുക്ക്. ചീരു എന്താ ഇവന്റെ കൂടെ? ഇത് അവനല്ലേ വിനയൻ എപ്പോഴും സംശയിക്കാറുള്ള സത്യൻ? അല്ല, ചീരു വിനയന്റെ അടുത്തേക്കല്ലേ? ഏയ്, ഞാൻ എന്റെ അച്ഛനെ അനിയത്തെയും കാണാനാ വന്നെ. അതിനുശേഷം പറ്റിയ അയാളെയും കൂടെ കാണും. എന്താ ചീരു നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പറയാൻ കാരണമുണ്ട് സത്യേട്ടാ. അതെല്ലാരും താമസിയാതെ അറിയും. സത്യേട്ടൻ വാ. വിനയൻ സംശയിക്കുന്നത് വെറുതെ അല്ല. രണ്ടുപേരും ഒരുമിച്ച് ഇവിടേക്ക് വരണമെങ്കിൽ ഇവര് തമ്മിൽ ചില്ലറ ബന്ധമൊന്നും ആയിരിക്കില്ല. ഇത് അച്ഛന് കൊടുക്ക. ചായ ഞാൻ എടുത്തോളാം. ശബരിക്ക് വലിയ ബുദ്ധിമുട്ടായില്ലേ? ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഇന്നലെ രാത്രി മുതൽ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ. പിന്നെ ഇപ്പൊ പോയ ഉടനെ ഭക്ഷണം ഉണ്ടാക്കി തിരികെ വരികയും ചെയ്തു. ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. ഇതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്നെ പോലെ തന്നെ ഈ ശബരേട്ടനും കടമ കൂടി തന്നെയല്ലേ? അതെ, നിങ്ങളൊക്കെ എനിക്ക് എന്റെ സ്വന്തമാണ്. അച്ഛനെയോ ചേച്ചിമാരെയോ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല ഇതുവരെ. എന്റെ സ്വന്തം കുടുംബം പോലെ തന്നെ എനിക്ക് എന്റെ ദയയുടെ കുടുംബം. ഒരു കണക്കിന് ഈശ്വരൻ എന്നോട് കരുണ കാണിക്കുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും ശബരിയെ പോലെ കുറച്ച് നന്മകളും തന്നിട്ടുണ്ട്. അച്ഛാ, എന്താ അച്ഛാ, എന്താ പറ്റിയേ? നീ വിഷമിക്കാതെ മോളെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോ ശരീരം ഒന്ന് തളരുന്നത് പോലെ തോന്നി, അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാ ചിലങ്കയെ കണ്ടത്. ഹോസ്പിറ്റലിലേക്കാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കൂടെ കൊണ്ടുപോന്നു. അതെന്തായാലും നന്നായി. ഇന്നലെ അമ്മയും ത്രേട്ടനും വന്നിരുന്നെങ്കിലും നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല.
സുശീലം ഇന്ദ്രനും വന്നിരുന്നു. ആ വന്നിരുന്നു അച്ഛാ. വന്ന് വേദനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വേദനിപ്പിച്ചിട്ടാ പോയത്. അതൊന്നും കാര്യാക്കണ്ട. എന്തായാലും ആപത്തറിഞ്ഞ് വരാൻ തോന്നിയല്ലോ. അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്താ മോനെ ഇത്? അതൊന്നും സാരമില്ല. കടയും ട്രാവൽസും ഒക്കെ നന്നായി പോകുന്നില്ലേ സത്യ? ആ, കുഴപ്പമില്ല. പിന്നെ ട്രാവൽസിലെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത് ശ്യാമു സോനയാ. അത് നന്നായി. അവർക്കും സ്വന്തമായൊരു വരുമാനമാർഗം ആവുമല്ലോ. മഞ്ചാടിയെ ഇപ്പൊ കാണാൻ പറ്റുമോ ചേച്ചി? ഇല്ല മോളെ, നാളെ കാണാൻ പറ്റൂ. അവളിത് എന്ത് ബുദ്ധിമോശ ചേച്ചി കാണിച്ചത്. എന്ത് ചെയ്യാനാ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ? എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കാം. ഇനി മഞ്ചാടിക്ക് പുതിയൊരു ജീവിതം. അവളെ പഴിക്കാതെയും ശാസിക്കാതെയും കൂടെ നിർത്താണ് വേണ്ടത്. അതെ, അവള് കുഞ്ഞല്ലേ, പക്വത കുറവുകൊണ്ട് പറ്റിപ്പോയതാ. നമ്മൾ വേണോ ഇനി ധൈര്യം കൊടുക്കാൻ. മാഷ് പറഞ്ഞതാ ശരി. പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അത് അവരുടെ കുടുംബം തന്നെയാ. സത്യേട്ടാ, ചായ എടുക്കട്ടെ? വേണ്ട, വിനയനെ കൂടി കണ്ടിട്ട് ഞാനങ്ങ് ഇറങ്ങുവാ. പിന്നെ മഞ്ചാടിയെ കാണാൻ ഏതായാലും ഇന്നിന് പറ്റില്ലല്ലോ. കടയിൽ പോയിട്ട് തിരക്കുണ്ടാവുമല്ലേ? ആ അതെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോനെ. പോട്ടെ. ശരി ശബരി. ഓക്കെ സത്യ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി എന്നാ. എടുത്തി ഒന്നിങ്ങ് വന്നേ. അച്ഛാ കഴിക്കുന്നില്ലേ? മതി മോനെ, മോളെ നിങ്ങടുത്ത് വെച്ചേക്ക്. അമ്മ നിന്നെ വിളിച്ചായിരുന്നു വിനയ? ഇല്ല. എന്താ? അല്ല, ചീരു വന്നിട്ടുണ്ടേ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യം ലതിക നിന്നെ വിളിച്ചു പറഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ. ചീരു വന്നിട്ട് എവിടെ? ഞാൻ കണ്ടില്ലല്ലോ അവളെ. മാമനെപ്പോഴാ കണ്ടത്? ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴേ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടില്ല. അവര് നേരെ അവരുടെ ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ടാവും. അവരോ? ചീരുവിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? അത് മാമൻ ഇങ്ങനെ ഒന്നും പറയാതെ കാര്യം പറ. ആരാ ഉണ്ടായിരുന്നു അവളെ കൂടെ? നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ചീരു വന്നതേ അവന്റെ കൂടെയാ, സത്യന്റെ കൂടെ. അവന്റെ വണ്ടി കയറിട്ട്. വഞ്ചകി. നീ ഇവിടെ ഇരിക്കും. നിങ്ങൾ എന്നെ അവളുടെ അവന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. രണ്ടിന് കഥ ഞാൻ തീർക്കും. എന്റെ വിനയ, നിന്നോട് പറഞ്ഞത് തന്നെ അബദ്ധമായിപ്പോയല്ലോ. ഇടം വഴി വെച്ച് യാദൃശ്യമായിട്ട് കണ്ടതായിരിക്കും. യാദൃശ്ചികോ? എന്ത് യാദൃശ്ചികം? എന്റെ കണ്ണൊന്ന് തെറ്റിയ അവൾ അവനെ വിളിക്കും.